friends, welcome back to another episode of Kalashala. ഇന്ന് നമുക്ക് സോഫ്റ്റ് പേസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് ഒരു പിക്ചർ വരച്ചാലോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാനിവിടെ ക്യാമലിൻ്റെ സോഫ്റ്റ് പേസ്റ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോഫ്റ്റ് പേസ്റ്റൽസ് യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കയറി നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ആർട്ടോയുടെ A4 സൈസ് പേപ്പറാണ് കേട്ടോ, വൈറ്റ് കളർ. 180 GSM ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു പിക്ചർ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് ചുറ്റിയായിട്ട് ഞാൻ മാസ്കിംഗ് ടേപ്പും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൂടാതെ ഞാൻ ഡാർക്കറായിട്ടുള്ള ഏരിയാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8Bയുടെ ഡ്രോയിങ് പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ സ്റ്റേൽഡറിൻ്റെ ഡ്രോയിങ് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രോയിങ് പെൻസിലുണ്ടോ അത് യൂസ് ചെയ്താൽ മതി. ഹൈലൈറ്റുള്ള പോർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ ജെൽ പെൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്മഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോട്ടണാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്യാം. ഫസ്റ്റ് വൈറ്റ് കളർ യൂസ് ചെയ്യാം. വൈറ്റ് കളറിന് ചുറ്റുമായിട്ട് ലെമൺ യെല്ലോ കളർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈറ്റ് ഗ്രീൻ കളർ യൂസ് ചെയ്യാം. ബേൺഡ് സിയന്ന. ഇത് സ്മഡ്ജ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗ്രീൻ കളറൊക്കെ പോകും കേട്ടോ. ഇതിൻ്റെ റെഡ് കളർ യൂസ് ചെയ്യുക. ലാസ്റ്റായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് സ്മഡ്ജ് ചെയ്യുന്ന സമയത്തിൻ്റെ ഗ്രീൻ കളറൊക്കെ പോകും. അതാണ് സോഫ്റ്റ് പേസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ കളേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ സ്മഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കോട്ടൺ എടുത്തിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നർ സൈഡിൽ നിന്ന് ഔട്ടർ സൈഡിലോട്ടാണ് സ്മഡ്ജ് ചെയ്യുന്നത്. .8Bയുടെ ഡ്രോയിങ് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഇപ്പോൾ കയ്യിൽ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കൈ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിൻ്റെ ഇൻസൈഡും പെൻസിൽ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പെൻസിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ചാർക്കോളിൻ്റെ പെൻസിൽ യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ മാർക്കേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആയിട്ട് ബ്ലാക്ക് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഷാഡോ കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് വരുന്ന പോർഷൻസ് ചെയ്ത് കൊടുക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വീഴുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാസ്കിംഗ് ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഫിക്സേറ്റീവ്സ് എന്തെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഫ്രെയിം ചെയ്യുക. കാര്യം സ്മഡ്ജ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെയിൻറ് ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫിക്സേറ്റീവ്സ് അടിച്ചിട്ട് ഫ്രെയിം ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.